പുത്രൻ കാണാതെ പോവുക മാത്രമല്ല, പുത്രൻ മരിക്കുക കൂടെ ചെയ്തു. ഇനി പുത്രനായിട്ടാണ് പോകുന്നത്. പുത്രൻ പോവുകയാണ്. അവിടെ ചെന്ന് താഴെ കിടക്കുക, വീണ് കിടക്കുക, മരിച്ചു കിടക്കുക. കാണാത്ത അങ്ങോട്ട് ദൂരെ പോകരുത്, ഇവിടെ 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 ക്യാമറ കിട്ടുന്നുണ്ട്. കാലൊക്കെ നേരെ വെച്ചു, മരിച്ചു കിടക്കല്ലേ. ഇതാ പുത്രൻ എന്ത് സംഭവിച്ചു? അവൻ മരിച്ചവനായിരുന്നു, ആമേൻ, ഇപ്പോൾ വീണ്ടും ജീവിക്കുന്നു. മനസ്സിലായോ? വീണ്ടും ജീവിക്കുന്നു. നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഗ്ലോറി. ഇവൻ മരിച്ചവനായിരുന്നു, ആമേൻ, ഹല്ലേലൂയ. അപ്പോ ഇവനെ കണ്ടെത്തണമെങ്കിൽ, ഇവനെ ചുമ്മാ കണ്ടെത്തിയോണ്ട്, ഇവന്റെ ഒരു ശവശരീരം കണ്ടെത്തിയോണ്ട് ഇവനെ കിട്ടത്തില്ല. ആദ്യം അവന് കൊടുക്കേണ്ടത് ജീവനാണ്. ആടിനെ കണ്ടെത്തിയതുപോലെയും ദ്രഹ്മ കണ്ടെത്തിയതുപോലെയും കണ്ടെത്തിയിട്ട് കാര്യമില്ല, ആമേൻ. ആടിനും ദ്രഹ്മയ്ക്കും സ്വന്തം ഇഷ്ടമല്ല, അതിനെ കണ്ടെത്തി അതിനെ കൂടെ നിർത്തി. മനസ്സിലാവുന്നുണ്ടോ? ഇതാ ഈ മനുഷ്യനെ സംബന്ധിച്ച് ആദ്യം ഒരു ജീവൻ കൊടുക്കണം. അവൻ ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവൻ മരിച്ച ഇറങ്ങുന്ന ഇവനെ കുറിച്ച് പറയാം. ദൈവം ഇവനോട് പറയാം, നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ നീ മരിക്കും, ആ നാളിൽ നീ മരിക്കും. ആദം കഴിച്ചോ? കഴിച്ചെങ്കിൽ ദൈവം നുണ പറയുമോ? ഇല്ല, അവൻ മരിച്ചു. അവൻ ആത്മാവിൽ അവൻ മരിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഏമേ. ഇനി ആദ്യം ഇവന് ജീവൻ വേണം. അങ്ങനെ ഇവന് ജീവൻ വേണ്ടത് കൊണ്ടാണ് നമ്മൾ ഈ പുത്രന്റെ കഥയില് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ആട് പോയപ്പോൾ ആളന്വേഷിച്ചു പോയി, ശരിയാണോ? ദ്രഹ്മ പോയപ്പോൾ ആ സഹോദരി അന്വേഷിച്ചു പോയി, ശരിയാണോ? പക്ഷെ ആ കഥ വായിച്ചു കഴിഞ്ഞാൽ പുത്രൻ പോയപ്പോൾ ആരും അന്വേഷിച്ചു പോകുന്നില്ല. മനസ്സിലായോ? ആരും അന്വേഷിച്ചു പോയില്ല. പക്ഷെ ആത്മമണ്ഡലത്തിലെ കാര്യമായതുകൊണ്ടാണ് നമുക്കിത് കേറാത്തത്. കാരണം ഭൂമിയിലുള്ളത് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ കയറിയേനെ. കാരണം കർത്താവ് പറയുകയാണ്, ഭൂമിയിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ സ്വർഗത്തിലെ കാര്യം നിങ്ങളോട് പറയും? ആമേ. അപ്പൊ കർത്താവ് ആക്ച്വലി വന്നത് സ്വർഗത്തിലെ കാര്യം പറയാനാ. പക്ഷെ ഭൂമിയിലെ കാര്യം പറഞ്ഞിട്ട് പോലും ഈ ജനത്തിന് അകത്തേക്ക് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രാമയൊക്കെ കാണിക്കേണ്ടി വരുന്നേ. ഗ്ലോറി. ഇതുകൊണ്ടാണ് കർത്താവ് ഇടയ്ക്ക് ഒരു കുഞ്ഞിനെ പിടിച്ചു നിർത്തിയിട്ട് മുമ്പിലേക്ക് നിർത്തിയിട്ട് പറഞ്ഞു, ഈ ശിശുവിനെ പോലെ തിരിഞ്ഞു വന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം കയറത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. അപ്പൊ ഇത് കർത്താവിന്റെ മെത്തേഡ് തന്നെയാ. വെളിപ്പാട് പുസ്തകത്തിലെ എല്ലാം കാണിച്ചു കൊടുക്കുകയാ. ആമേ. ഹല്ലേലൂയ. യോഹന്നാനെ കാണിച്ചു കൊടുക്കുകയാ. അപ്പോൾ പ്രിയ ദൈവത്തിന് ജനമേ, എന്നാൽ ആട് പോയപ്പോൾ ഒരു ഇടയനാണ് അന്വേഷിച്ചു പോയതെങ്കിൽ, ദ്രഹ്മ പോയപ്പോൾ ഒരു സഹോദരൻ അന്വേഷിച്ചു പോയതെങ്കിൽ, പുത്രൻ നഷ്ടപ്പെട്ടപ്പോൾ പോയത് ഒരാളല്ല, സ്വർഗത്തിൽ നിന്ന് രണ്ടുപേരാ പോയേ. നമുക്ക് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. പുത്രൻ നഷ്ടപ്പെട്ടപ്പോൾ പോയത് ഒരാളല്ല, രണ്ടുപേരാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയത്. ജീവൻ കൊടുക്കാൻ പിതാവ് പുത്രനെ അയച്ചു. അതുകൊണ്ടാണ് പുത്രൻ പറയുന്നത്, ഞാൻ വന്നത് നിനക്ക് ജീവൻ തരാനും അത് സമൃദ്ധിയായി തരാനുമാ. മനസ്സിലായോ? അപ്പൊ ഇവൻ ആദ്യം എന്താ വേണ്ടേ? ഇവൻ ആദ്യം കണ്ടെത്തുകയല്ല, അവൻ ആദ്യം ജീവൻ കൊടുക്കണം. ജീവൻ കൊടുത്ത് അവൻ ഏത് രാജ്യത്തിലാണോ മരിച്ചത്, അവൻ സ്വർഗത്തിന്റെ പൈതലാ. സ്വർഗത്തിന്റെ കുടുംബ രജിസ്റ്ററിൽ അവന്റെ പേരുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാ കർത്താവിന്റെ വചനം പറഞ്ഞ, ഞാൻ ആടെ തേടിയല്ല വന്നത്, നഷ്ടപ്പെട്ട ആടിനെ തേടിയാ വന്നത്. ഇത് എന്റേതായിരുന്നു, എനിക്ക് നഷ്ടപ്പെട്ടതാ. മനസ്സിലായോ? നഷ്ടപ്പെട്ട ആടിനെ തേടിയാ വന്നേക്കണേ. തുടർന്ന് യേശു വന്നു, ഇവനെ ജീവൻ കൊടുക്കുവാനുള്ള എല്ലാ പ്രവൃത്തിയും കാൽവരിയിൽ ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. ഒന്നാം ആദം സ്വർഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ നിഴലായ ഏദനിൽ നിന്ന്
പാപം നിമിത്തം, അനുസരണക്കേട് നിമിത്തം ഇറക്കപ്പെട്ടു. അതോടുകൂടെ സ്വർഗവും ഭൂമിയും തമ്മിൽ അകന്നു. വഴിയില്ല ഇനി അങ്ങോട്ടേക്ക് പോകാൻ. പാപം നിമിത്തമാണ് അകന്നത്. എന്നാൽ ഒടുക്കത്തെ ആദമായ യേശു കർത്താവ് കൽവരി ക്രൂശിൽ മരിച്ച് ഇതാ അടഞ്ഞ വഴി തുറന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുകയാണ്, അവൻ കൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ജീവനുള്ള ഒരു പുതിയ വഴി തുറന്നു. ആമേൻ. ഒന്നാമത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള വഴി അടച്ചു മരിച്ച് ലോകത്ത് കിടക്കുകയാണെങ്കിൽ ഒടുക്കത്തെ ആദം അതിന് പരിഹാരമായി പാപത്തിന്റെ ശമ്പളം മരണമെന്ന പരിഹാര ലോകത്തിലൊന്ന് അനുഭവിച്ച് ഇതാ സ്വർഗത്തിലേക്ക് ഒരു വഴി തുറന്നു, ജീവനുള്ള പുതുവഴി. ആമേൻ. ഗ്ലോറി. ഹല്ലേലൂയ. അങ്ങനെ വഴി തുറന്നതുകൊണ്ട് ആ ആദത്തെ, ഒടുക്കത്തെ ആദത്തെ, അതായത് യേശു കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. ഇതാണ് നാം സുവിശേഷീകരണത്തിൽ ലോകത്ത് പോയി ചെയ്യുന്നത്. രക്ഷിക്കപ്പെടും. അങ്ങനെ മരിച്ചു കിടക്കുന്ന ഈ വ്യക്തിയുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, യേശു നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ പറയുന്നത് നല്ല കാര്യമാണ്. അത് പറയുമ്പോൾ, അത് സ്വീകരിക്കുമ്പോൾ, അത് സ്വീകരിക്കുന്ന വ്യക്തി യേശുവിൽ ജീവിക്കുകയാണ്. അവൻ ജീവിക്കുക. ഇപ്പൊ അവന് ജീവൻ കിട്ടി. ആമേൻ. ഇവന് ജീവനെ കിട്ടിയുള്ളൂ, ഇവനെ വീട്ടിൽ കണ്ടെത്തിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അവന് ജീവനെ കിട്ടിയുള്ളൂ, അവനെ വീട്ടിൽ കണ്ടെത്തിയിട്ടില്ല. ഹല്ലേലൂയ. ഇനി ഇവൻ ആ ധൂർത്തപുത്രൻ മടങ്ങി വന്നതുപോലെ ഇവൻ വീട്ടിൽ മടങ്ങിയെത്തണം. ഗ്ലോറി. ഇനി ഇവനെ മടക്കിക്കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം ഇതാ മറ്റൊരാളെ അയക്കുകയാണ്. അതാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാനിതാ പോകുന്നു, പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരത്തില്ല, ഞാൻ പോയാൽ കാര്യസ്ഥൻ വരും. എന്നിട്ട് അവൻ വന്നിട്ട് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എങ്ങോട്ട്? നിങ്ങളുടെ പിതാവിന്റെ ഭവനത്തിലേക്ക് അവൻ നിങ്ങളെ വഴി നടത്തും. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ പിതാവിന്റെ ഭവനത്തിലെത്തും, നിങ്ങളെ കണ്ടെത്തും. ഗ്ലോറി. ഹല്ലേലൂയ. ഇന്ന് മക്കൾ ജനിക്കുന്നുണ്ട്, പക്ഷെ കുടുംബത്തിൽ കണ്ടെത്തുന്നില്ല. കണ്ടെത്തിയാൽ നമുക്കത് മാത്രമേ ഉള്ളൂ. ദൈവം നമ്മൾ ദ്രവ്യയെ കുറിച്ച് പറഞ്ഞ കണ്ടെത്തിയാൽ ഉപയോഗിക്കാം, കണ്ടെത്തിയാൽ ഉപയോഗിക്കാം, കണ്ടെത്തിയില്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കണ്ടെത്തിയാൽ ഉപയോഗിക്കാം, കണ്ടെത്തിയില്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അല്ല എങ്കിൽ എനിക്ക് പൈസ ഉണ്ട് എന്ന് പറഞ്ഞ് സന്തോഷിക്കാം, ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. വേണമെങ്കിൽ നാണയത്തിന് വേണമെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്യാം, പക്ഷേ നാണയം സ്വന്തമായ പരിപാടി ചെയ്യുകയല്ല, നാണയത്തെ ഉപയോഗിക്കുകയാണ്, നമ്മളെ ഉപയോഗിക്കുകയാണ്. ആര്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കുകയാണ്. എപ്പോഴും ഉപയോഗിക്കാൻ പറ്റൂ? നമ്മളെ കണ്ടെത്തിയാൽ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്വയമായി അങ്ങ് ഉപയോഗിക്കണം. നമ്മൾ സ്വയമായി അങ്ങ് ഉപയോഗിക്കണം. പക്ഷേ സ്വയമായി ഉപയോഗിക്കാനല്ല നമ്മളെ വിളിച്ചത്, പകരം നമ്മൾ ദൈവാത്മാവാൽ ഉപയോഗിക്കപ്പെടാനാ. കണ്ടെത്തിയാലേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ടെത്താതെ ഉപയോഗിക്കുന്നത് കണ്ടെത്തി ഉപയോഗിക്കുന്നതിനുള്ള വ്യത്യാസം പറഞ്ഞു തരാം നിങ്ങൾക്ക്. നിങ്ങൾ വീണ്ടും ജനിച്ചു, ഈ ലോകപ്രകാരം പഠിക്കുന്നതൊക്കെ നല്ലതാണ്, എവിടെയെങ്കിലുമൊക്കെ പോയി പഠിച്ചു, നിങ്ങൾ കുറേ റെഫർ ചെയ്തു, അതും ഇതൊക്കെ റെഫർ ചെയ്തു, നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് നിങ്ങൾ അതനുസരിച്ച് പ്രസംഗം തുടങ്ങി. ഇതാണ് തന്നെത്താൻ ഉപയോഗിക്കപ്പെടുന്നത്. എന്നാൽ കണ്ടെത്തി ഉപയോഗിക്കാൻ വ്യത്യാസമുണ്ട്. നിങ്ങളെ കണ്ടത് ദൈവത്തിന്റെ ആത്മാവാ. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും.
ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ചിന്തിക്കുന്നു അമ്മച്ചി അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞ കാര്യം സംസാരിക്കാൻ ആരുമില്ലെന്ന്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അറിയാവുന്നവർ എൻ്റെ കമ്പ്യൂട്ടറിലേക്കൊന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അറിയാം ഓരോ ദിവസവും ഏത് വളരെയധികം സംസാരിക്കുന്ന ഒരു അമ്മച്ചി സംസാരിക്കുന്നതിലേക്ക് ഉപരിയായി എൻ്റെ ദൈവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അമ്മേ, ഞാനത് മുഴുവൻ എൻ്റെ ലാപ്ടോപ്പിലേക്ക് ചിത്രങ്ങളിലൂടെയും വാക്കുകളിലൂടെയും ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അമ്മേ, ഹല്ലേലൂയ. ധാരാളം പേജുകൾ സ്വർഗത്തിലെ ദൈവം സംസാരിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ഗൈഡൻസ് ഒന്ന് കാണിക്കാൻ, ഗ്ലോറി, നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടി ആയിരിക്കാം അമ്മയുടെ പാൽപ്പായസം കാണിക്കുന്നത് പോലെ കാണിക്കുന്നത്. ഗ്ലോറി. ഡെയിലി ബ്രെഡ്, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അറിയാവുന്നവർക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കി അറിയാം. ഡെയിലി ബ്രെഡ് 2014 തുടക്കമാണത്. ഇപ്പോൾ ആ 2014 അല്ലത്. ആമേ, ഹല്ലേലൂയ. അതിൻ്റെ ടൈറ്റിൽ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഡെയിലി ബ്രെഡ് 2000. ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞാൽ അന്നു വേണ്ടുന്ന ആഹാരം, അന്നു നമുക്ക് തരുന്ന ആഹാരം. Oh, glory to God. Jesus, I thank you. Hallelujah. മകൻ എത്ര കാര്യങ്ങൾ സംഭവിച്ചു? എന്തൊക്കെയാ? മരിച്ചു, ജീവിച്ചു, പിന്നെ കാണാതെ പോയി, കണ്ടെത്തി. ആരാ ജീവിപ്പിക്കുന്നത്? ആരാ നമുക്ക് ജീവൻ തരാൻ വന്നേ? യേശു ക്രിസ്തു. ആമേൻ. ആരാ നമ്മളെ പിതാവിന്റെ ഭവനത്തിലേക്ക് നയിക്കാൻ വന്നേ? പരിശുദ്ധാത്മാവ്. ഗ്ലോറി. രണ്ടും മറന്നു പോകരുത്. ഹല്ലേലൂയ. പ്രിയരേ, Jesus, I thank you, Lord. I thank you. വന്നോ? ഗ്ലോറി. See, നിങ്ങൾക്ക് കാണുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് ഡെയിലി ബ്രെഡ് 2014 ആണ്. ആമേ, നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയാം. ഇത് പേജ് നമ്പർ 514, 514 ഈ കിടക്കണേ. ആമേ, 514 പേജ് നമ്പർ. ഇതിപ്പോൾ ഒന്നാമത്തെ പേജ് പോലെ അങ്ങ് തുടങ്ങിയിരിക്കുക. ഇത് ദിവസവും ദൈവം സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ പേജ് മുതൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ, ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ 2014 ജനുവരി. ആമേൻ. പിന്നെ മുന്നോട്ടേക്ക് പോവുകയാണ്. നമ്മൾ 2014 ഡിസ്കസ് ചെയ്ത സബ്ജക്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ സീക്രട്ട് ഓഫ് റെവലേഷൻ, വെളിപ്പാടുകൾ കിട്ടുന്നതിൻ്റെ സീക്രട്ടാണ്. ബി ഇൻ ദ ക്രോസ് വിത്ത് ജീസസ് ബൈ ലുക്കിംഗ് അറ്റ് ഹിം. അതിൻ്റെ വെളിപ്പാടുകൾ നമ്മൾ കഴിഞ്ഞ ജനുവരിയിൽ കാണിച്ചതാണ്. ആമേ, നമ്മൾ അന്ന് തുടങ്ങിയത്. ഓരോ 6 മാസം കൂടുമ്പോഴും വന്നുകൊണ്ടിരിക്കുക. ഇത് ഓരോ ദിവസവും ദൈവം തരുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിൻ്റെ എൻഡ് നിങ്ങൾക്കറിയാം, ഇപ്പോൾ കിടക്കുകയാണ്. ജസ്റ്റ് വെയിറ്റ് മതി കേട്ടോ. 611 പേജസ്. എവിടെ വരെ? ജൂൺ ലാസ്റ്റ് വരെ. പിന്നെ ഈ ഫയൽ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പ്രയാസമായി, ഇത്രയും വലിയ ഫയലായതുകൊണ്ട്. അപ്പോൾ ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്തു. ഡെയിലി ബ്രെഡ് 2014 B. ഇത് കാണിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, മിണ്ടാതിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം, സംസാരിക്കുന്ന ദൈവമാണ്. അമ്മ മക്കളോട് സംസാരിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളോ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മോൻ പിടിപ്പിച്ചിരിക്കുമോ? സംസാരിക്കുമോ? അടുത്ത് വരുമ്പോൾ തന്നെ ചോദിക്കുക, എന്തൊക്കെയുണ്ട് മോനെ, എന്തൊക്കെയുണ്ട് മോളെ, ഇന്നത്തെ സ്കൂളിലെ വിശേഷങ്ങൾ ചോദിക്കുക, അല്ലേ? ഏമേ. ഇതേപോലെ തന്നെ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്, ആദ്യം എൻ്റെ കുഞ്ഞുങ്ങൾ ഈ സന്ദേശം കേൾക്കണമെങ്കിൽ അവർക്ക് കാണാം, ഞാൻ ആദ്യം വീട്ടിൽ മടങ്ങി ചെല്ലുന്നത്, എവിടെ ഇറങ്ങിയാലും മടങ്ങി ചെന്നാൽ ആദ്യം മുട്ടുകുത്തി അപ്പച്ചനോട്, ഇതെല്ലാം അപ്പനറിയാം, ഈ തത്ത പറയുന്നത് പോലെ ഓരോ കാര്യങ്ങളൊക്കെ പറയും. മനസ്സിലാവുന്നുണ്ടോ?
എന്നിട്ട് ഇന്ന കാര്യങ്ങളാണ് അവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അവരത് കേട്ടു, മറ്റവരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരത് ഒപ്പോസ് ചെയ്തു. ഇവിടെ ചെന്നപ്പോൾ അദ്ദേഹം തരാനുള്ള പൈസ തന്നു, മറ്റവൻ പറഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞു. ആസ് ഇറ്റ് ഈസ് ഒരു കൊച്ചുകുട്ടി അമ്മയോട് പറയുന്ന പോലെ മുഴുവൻ ഞാൻ അങ്ങോട്ട് പറയും. അമ്മേ ഹല്ലേലൂയ. തുടർന്നാണ് ഞാൻ എഴുന്നേൽക്കുന്ന മുട്ടുമെന്ന് എഴുന്നേൽക്കുന്നേ. അമ്മേ പോകുന്നതിന് മുമ്പ് മുട്ടുമെന്ന് പ്രാർത്ഥിക്കും, പോയി വന്നതിന് ശേഷവും വേറെ എന്ത് കാര്യത്തിൽ ഇടപെടുന്നതിന് മുമ്പ് ഇതുപോലെ പറയും. എന്നാൽ ഓരോ നിമിഷവും ദൈവത്തിന്റെ ആത്മാവ് തിരിച്ചും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതെല്ലാം ഞാൻ നോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് നിങ്ങളെ കാണിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നോക്കിയേ, ജീസസ് ഈസ് ദ വേ ടു ഹെവൻ, സെയിം വേ വേൾഡ് ഈസ് ദ വേ ടു ഹെൽ. ഞാൻ തോന്നുന്നില്ല നിങ്ങൾക്ക് ഒരു പുസ്തകത്തിൽ കാണാൻ പറ്റുമെന്ന്. ദൈവം എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളോട് ഇതേപോലെ ദൈവം സംസാരിക്കും. എങ്ങനെ? അനുദിനം ഈ ദൈവത്തിന്റെ ആത്മാവ്, പ്രിയ സഹോദര സഹോദരി, നിങ്ങളെ ലോകത്ത് നിന്ന് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യിപ്പിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നേ. നിങ്ങളെ വഴി നടത്തുന്നത് സത്യത്തിലാ. സത്യം എന്താ? വചനമാണ് സത്യം. അനുദിനം വചനം തരികയാ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 2000 വർഷം മുമ്പ് സംസാരിച്ച് നിന്ന ദൈവമല്ല, ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുക. ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന്? ചെവിയുള്ളവർ കേൾക്കട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. തിരുവനന്തപുരത്ത് ആരെങ്കിലും വന്നവര് SMS കിട്ടുന്നുണ്ടോ? പ്രൈസ് ഗാഡ്, കിട്ടുന്നുണ്ട്. എന്തുവാ SMS മിനിസ്ട്രി? ഇത് വേറെ ഒന്ന്. ഇത് ഡെയിലി ബ്രെഡ് മിനിസ്ട്രി. SMS മിനിസ്ട്രി വേറൊന്ന്. SMS അനുദിനം ദൈവം ഓരോ വാക്കുകൾ തന്നുകൊണ്ടേയിരിക്കും ജനത്തിന് കൊടുക്കാൻ. എല്ലാ ദിവസവും കോട്ടയത്തെയും തിരുവനന്തപുരത്തെയും ജനങ്ങൾക്ക് അവരുടെ മൊബൈൽ നമ്പർ തന്ന ജനത്തിന് എല്ലാ ദിവസവും ദൈവരാജ്യത്തിൻ്റെ ഒരു വചനം വന്നുകൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്പസമയം കഴിയുമ്പോൾ ഈ വചനം വന്നുകൊണ്ടേയിരിക്കും. ഇതും ദൈവം സംസാരിക്കുന്നതാ. ചിലത് അനുഗ്രഹിക്കുന്ന ദൈവദാസന്മാരിൽ കിട്ടുന്നതുകൊണ്ട്. അമ്മേ, ഇത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങളൊന്ന് കണ്ടാട്ടെ. ഗ്ലോറി, അടുത്തൊരു ഫയൽ. ഇത് ചിലപ്പോൾ ട്വിറ്ററിൽ അപ്ലോഡ് ചെയ്യും. ഇത് ദൈവം ഓരോ ദിവസം സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഈ എഴുതിയിട്ടിരിക്കുന്നത്. നമ്പർ താഴേക്ക് എഴുതിയിട്ടിരിക്കുക. നിങ്ങൾക്ക് അത് കേട്ട് കഴിഞ്ഞാൽ ഓരോ നിമിഷവും ദൈവത്തിലേക്ക് നിങ്ങൾക്ക് അടുക്കുവാനായിട്ട് കഴിയും. ഇത് ഞങ്ങൾ ഫേസ്ബുക്കിലൂടെയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിലോട്ട് നോക്കിയാട്ടെ, ഒന്ന് നോക്കിയാട്ടെ. വായിക്കാൻ പറ്റുന്നുണ്ടോ? സ്ക്രീനിൽ വായിക്കാൻ പറ്റുന്നുണ്ടോ? The fleshly words are like bullets of devil through a human revolver to stimulate our flesh and to kill us. ശരി, വളർന്നവർക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ മാത്രമേ ഉള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഇത് കുറച്ചും കൂടി നിങ്ങൾ വളരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ഓരോരോ കാര്യങ്ങളാ. World says, son, life is short, live tall. But God says, life is eternal, live humble and gain it. സഹോദരങ്ങളെ, ഇത് നമ്മുടെ ദൈവം സംസാരിക്കുന്നത് ഓരോ നിമിഷവും. Be wise to build God's kingdom, not our kingdoms. അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, സംസാരിക്കുന്ന ദൈവം കൂടെ ഉണ്ട്. നമ്മളെ അനുദിനം വഴി നടത്തുന്ന ദൈവം കൂടെ ഉണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ. നിങ്ങൾക്കും SMS താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടെലിഫോൺ നമ്പർ, വീട്ടിലെ നമ്പറല്ല, മൊബൈൽ നമ്പർ പ്രിയ എൽദോയെ ഏൽപ്പിക്കുന്നുവെങ്കിൽ ഒരു പുസ്തകം നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകും. ആ പുസ്തകത്തിൽ എഴുതുന്നുവെങ്കിൽ SMS അനുദിനം വന്നുകൊണ്ടേയിരിക്കും. ഗൾഫിൽ നിന്നാണ് അതിൻ്റെ പ്രവർത്തനം. നിങ്ങൾക്ക് ലഭിക്കപ്പെടുവാനായിട്ട് ഇടയാകും. അപ്പോൾ രണ്ട് കാര്യമാണ് മകന് സംഭവിച്ചത്. ഒന്ന്, മകൻ മരിച്ചു. രണ്ട്, മകനെ കണ്ടെത്തണം. ആമേൻ. ഇന്ന് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിരുന്നു. താങ്ക് യു വെരി മച്ച്. ഇന്ന് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനം ലോകത്ത് പോയി ഇടിക്കുന്നുണ്ട്, പക്ഷെ മടങ്ങുന്നില്ല. അവർക്ക് ജീവൻ കിട്ടുന്നുണ്ട്. ചതുപ്പ് നിലത്തിൽ ജീവൻ കിട്ടി, ചതുപ്പ് നിലത്തിൽ ജീവൻ കിട്ടി, പക്ഷെ തിരിച്ചു പൊങ്ങി വരുന്നില്ല. ആ ലോകത്ത് തന്നെ കൊഴിയുകയാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ജനത്തിന് കൊടുക്കേണ്ട തത്സമയ ഭക്ഷണം എന്ന് പറയുന്നത് ആ ചെളിക്കുണ്ടിൽ നിന്ന്, മോനെ നിനക്ക് എങ്ങനെ ഇറങ്ങാം,
ആ ചെളിക്കുണ്ടിൽ നിന്ന്, ആ ചതുപ്പിൽ നിന്ന് നിനക്ക് എങ്ങനെ മടങ്ങി വരാം? ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ മടങ്ങി വന്ന് ആ ധൂർത്തപുത്രൻ പിതാവിന്റെ വീട്ടിലെത്തിയില്ലേ? ഇതേപോലെ നമ്മൾ വീട്ടിൽ, സ്വർഗീയ വീട്ടിൽ തിരിച്ചെത്തിപ്പിക്കുന്ന പരിപാടിയാണ് പിതാവിന്റെ ബിസിനസ്. ആമേൻ. നഷ്ടപ്പെട്ട പൈതലിനെ ജീവൻ കൊടുത്ത്, അവന് സത്യം മനസ്സിലാക്കിച്ച് വചനം കൊടുത്ത് അവനെ പിതാവിന്റെ വീട്ടിൽ മടക്കി എത്തിക്കുന്നതാണ് പിതാവിന്റെ ബിസിനസ്. ഇതിന്റെ ചെറിയ രൂപമാണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പുറകെ വരും. ഇനി എന്താണ് പിശാചിന്റെ ബിസിനസ്? ആമേൻ. നിങ്ങളെയും എന്നെയും മടങ്ങി വരാൻ സമ്മതിക്കാതെ നമ്മുടെ കണ്ണു കുരുടാക്കി നമ്മുടെ സമയത്തെ അപഹരിച്ച് ഈ ലോകത്തിൽ തന്നെ നമ്മളെ ഒടുക്കുക. അതുവഴി തീപ്പൊയ്കയിലേക്ക്, ലോകം വഴി തീപ്പൊയ്കയിലേക്ക് നമ്മളെ കൊണ്ടുപോവുക. യേശു വഴി നമ്മളെ ദൈവരാജ്യത്തിൽ കൊണ്ടുപോകാൻ ആ പിതാവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് യേശു ആ വഴി. യേശു ആ വഴി ഒരുക്കിയ, ജീവനുള്ള പുതുവഴി ഒരുക്കിയത് യേശുവാ. യേശു വഴി നമ്മളെ ദൈവരാജ്യത്തിൽ കൊണ്ടുപോകാനാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ പിശാച് ആഗ്രഹിക്കുന്നത് ലോകം വഴി നമ്മളെ രണ്ടാം മരണമായ തീപ്പൊയ്കയിലേക്ക് കൊണ്ടുപോകാനാണ്. എല്ലാം പിടുത്തം കിട്ടുന്നുണ്ടോ? പിതാവിന്റെ ബിസിനസ്സിൽ ലോകത്തിൽ മരിച്ച നഷ്ടപ്പെട്ട മകനെ യേശു വഴി, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല, യേശു വഴി നമ്മളെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനാണ് പിതാവിന്റെ ബിസിനസ്സിൽ പിതാവ് ആഗ്രഹിക്കുന്നതെങ്കിൽ, പിശാചിന്റെ ബിസിനസ്സിൽ പിശാച് ആഗ്രഹിക്കുന്നത് ലോകം വഴി നമ്മളെ രണ്ടാം മരണമായ തീപ്പൊയ്കയിലേക്ക് കൊണ്ടുപോകാനാണ്. നിങ്ങൾ അവതരിപ്പിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ലോകത്തെയോ ലോകത്തിൽ ഉള്ളതിനെയോ സ്നേഹിക്കരുത്. ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങളൊരു ഷോർട്ട് ഫോം മാത്രം കേൾക്കുന്നുള്ളൂ. എക്സ്പ്ലനേഷൻ ഒക്കെ നിങ്ങൾക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിലായിരിക്കും വരാൻ പോകുന്നത്. ചിത്രങ്ങളിലൂടെ, അഭിനയത്തിലൂടെ ഒക്കെ നിങ്ങളത് കാണാനിടയാകും. കാരണം ഇത് വളരെ സിമ്പിൾ ആണെങ്കിലും നിങ്ങൾ ചിലപ്പോൾ എഞ്ചിനീയേഴ്സ് ഉണ്ടാകും, ഡോക്ടേഴ്സ് ഉണ്ടാകും, സയന്റിസ്റ്റ് ഉണ്ടാകും. പക്ഷെ ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ തലയിൽ കയറത്തില്ല. കാരണം മനുഷ്യന്റെ ക്ലെവർനെസ് കൊണ്ട് ഇതകത്ത് കയറത്തില്ല. താഴ്മയുള്ളവരാണെങ്കിൽ പെട്ടെന്ന് അകത്ത് കയറും. കാരണം താഴ്മയുള്ളവരധികം കൃപ കിട്ടും. ആമേൻ, ഹല്ലേലൂയ. കാരണം കർത്താവിനെ സ്തോത്രം ചെയ്തേ. അപ്പോൾ പ്രിയരെ, 3 പ്രധാന ബിസിനസ്സുകൾ നമ്മൾക്ക് മനസ്സിലായി. ഒന്ന്, ഫാദേഴ്സ് ബിസിനസ്, പിതാവിന്റെ ബിസിനസ്. 2, അതിനെതിരെയുള്ള പിശാചിന്റെ ബിസിനസ്. 2 Corinthians 2:11 വായിച്ചാട്ടെ. 2 Corinthians chapter 2 verse 11. മൈക്കിലൂടെ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. 2 Corinthians 2:11. ആമേൻ. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഹല്ലേലൂയ. ഇനി 2 Corinthians 4:4 കൂടി ഒന്ന് വായിച്ച്. എന്താണ് അവൻ തന്ത്രം ഉപയോഗിച്ച് ചെയ്യുന്നത്? ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം. അപ്പൊ ഈ ലോകത്തിന്റെ ദൈവം ആരാ? ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കേണ്ട. അവന്റെ ബിസിനസിന്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഒന്നും കൂടി വായിച്ചേ. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള, ശ്രദ്ധിച്ചേ, ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ ശോഭിക്കാതിരിപ്പാൻ. എന്ത് ശോഭിക്കാതിരിപ്പാൻ? എന്തിന്റെ പ്രകാശനം? സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം. ഏത് നല്ല വിശേഷം? അപ്പച്ചൻ വീട്ടിൽ വന്നതാണോ, അങ്കിള് വീട്ടിൽ വന്നതാണോ, അതോ നാളെ ഞാൻ ദുബായിക്ക് പോകുന്നതാണോ? ഏത് വിശേഷമാണ്? ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം. അത് ഏത് സുവിശേഷമാണ്? കമ്മോൺ, ബുദ്ധിഹീനരാകല്ലേ. അതേത് സുവിശേഷമാ? സാത്താന്റെ തന്ത്രത്തെ കുറിച്ച് പറയുന്നത്. അതേത് സുവിശേഷമാ? സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്നറിയാമോ? നല്ല വിശേഷം. അതേത് സുവിശേഷമാ? ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ക്രിസ്തു ശോഭിക്കാതിരിക്കാനല്ല, ക്രിസ്തുവിന്റെ സുവിശേഷം ശോഭിക്കരുത്. എല്ലാവരും ക്രിസ്തു 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 എന്നങ്ങ് പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ക്രിസ്തുവിന്റെ സുവിശേഷം ശോഭിക്കരുത്. എന്താ ക്രിസ്തുവിന്റെ സുവിശേഷം? നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഈവൺ മറിയയ്ക്കും ഔസേപ്പിന് പോലും അത് ഗ്രഹിച്ചില്ല. പിന്നെ നിങ്ങൾ ഗ്രഹിക്കാത്തത് കൊണ്ട് വലിയ എന്താ ക്രിസ്തുവിന്റെ സുവിശേഷം? ക്രിസ്തു എന്തിനാ വന്നേ? ഞാൻ എന്റെ പിതാവിന്റെ ബിസിനസ് ചെയ്യാനാ വന്നേ. അമ്മേ, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഡോക്ടറായിട്ടോ എഞ്ചിനീയറായിട്ടോ അങ്ങ് പൈലറ്റായിട്ടോ സയന്റിസ്റ്റ് ആയാലും ഇത് കയറത്തില്ല. ഇത് വളരെ സിമ്പിൾ, ഇത് കയറത്തില്ല. കാരണം ഇത് കയറണമെങ്കിൽ താഴ്മ വേണം, ദൈവകൃപ കിട്ടും. അങ്ങനെ എനിക്ക് ഇത് കയറാം. ഫാദേഴ്സ് ബിസിനസ്. എന്താ ഫാദേഴ്സ് ബിസിനസ്? തന്റെ 12ാമത്തെ വയസ്സിൽ താൻ ഫാദേഴ്സ് ബിസിനസിനെ കുറിച്ച് പറഞ്ഞു. തന്റെ 30ാമത്തെ വയസ്സിൽ താൻ ആദ്യമായിട്ട് വാതുറക്കിയ തന്റെ സുവിശേഷം പറയാൻ. എന്താ സുവിശേഷം? ഞാൻ മരിച്ചു, അതാണ് സുവിശേഷം പറഞ്ഞത്? അല്ല, സുവിശേഷം പറഞ്ഞ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. ഈ നല്ല സന്ദേശത്തിൽ വിശ്വസിപ്പിൻ. മനസ്സിലായോ? ഈ നല്ല സന്ദേശത്തിൽ വിശ്വസിപ്പിൻ. ഇത്രയേ ഉള്ളൂ സുവിശേഷം. യേശുവിന്റെ സുവിശേഷം ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. ഹലോ ഹലോ, നിങ്ങളുടെ ബൈബിളിൽ യേശു വാതുറന്ന് പറഞ്ഞ ഇതായിരിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്. ഇവിടെ പറയുന്നത് ഞങ്ങളെ വിശ്വസിക്കല്ലേ, നിങ്ങളുടെ ബൈബിളുകളെ വിശ്വസിച്ചാൽ മതി. മാർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ ഭാഗങ്ങളിലും മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17 വായിക്കുമ്പോൾ അതിനു മുമ്പ് സ്നാപകൻ വന്ന് മത്തായി 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ എല്ലാം കാണുന്ന യേശുവിന്റെ സുവിശേഷം അങ്ങ് പിടികിട്ടാ പൊത്തുന്നൊന്നും അല്ല, വളരെ സിമ്പിളാ. മക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിനെയും പിതാവിന്റെ കുടുംബത്തെയും നഷ്ടപ്പെട്ടു. ഇതാ അത് നിങ്ങളോട് സമീപിച്ചിരിക്കുന്നു, മടങ്ങി വരിക, ആ വീട്ടിൽ വസിക്കുക. ഇത്രയുള്ള യേശുവിന്റെ സുവിശേഷം. ഇത് മനസ്സിലാക്കാൻ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കണ്ട. എന്നിട്ട് എന്തിയേ ഇത് മനസ്സിലാകാത്ത? പിശാചിന്റെ ബിസിനസ്സിൽ അവൻ 100% ജയിച്ചിരിക്കുക. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയാ, യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള, യേശുവിനെ അല്ല, യേശുവിനെ അല്ല, യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം. ഏതാ യേശുവിന്റെ സുവിശേഷം? ദൈവരാജ്യം സമീപിച്ചു, നീ മാനസാന്തരപ്പെടുവിൻ. എവിടെ കേൾക്കണം? ഈവൻ അതുകൊണ്ട് ബൈബിൾ കോളേജിലെ സിലബസിൽ പോലും ഇല്ല ഈ സാധനം. ബൈബിൾ കോളേജിലെ സിലബസിൽ പോലും ഇല്ല ദൈവരാജ്യം എന്ന് പറഞ്ഞ സബ്ജക്ട്.
പിശാച് ജയിച്ചു നിൽക്കുവാണോ പരാജയപ്പെട്ട് നിൽക്കുവാണോ? നിങ്ങൾ പോയി അന്വേഷിക്കേ. ഉത്തരവാദിത്തമുള്ള സുവിശേഷകന്മാരല്ലേ, ചെല്ല്. ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ ചെല്ല്. ഓൾഡ് ടെസ്റ്റ്മെന്റ് സർവേ, ന്യൂ ടെസ്റ്റ്മെന്റ് സർവേ, പോൾ എപ്പിസോഡ്സ്, ചർച്ച് ഹിസ്റ്ററി ഒക്കെ കാണും. യേശുവിന്റെ സുവിശേഷം കാണത്തില്ല. കാരണം പിശാച് ജയിച്ചു നിൽക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കരുത്, പ്രകാശിക്കരുത്, പ്രകാശിക്കരുത്. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രകാശിക്കരുത്. ഹല്ലേലൂയ. ഇന്ന് ജനത് മനസ്സിലാക്കണം. തത്സമയത്തെ ഭക്ഷണം കഴിക്കണം. പിതാവ് ആഗ്രഹിക്കുന്ന നഷ്ടപ്പെട്ട മക്കളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അത്രയേ ഉള്ളൂ യേശുവിന്റെ സുവിശേഷം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിനക്കും മാനസാന്തരം ആവശ്യമാണ്. അതിൽ കയറണമെങ്കിൽ അതുകൊണ്ട് നീ മാനസാന്തരപ്പെടാം. എങ്കിലേ തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. ഗ്ലോറി. അതിനുവേണ്ടി പിശാച് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ പുസ്തകം, തിരുവചന പുസ്തകം എവിടെ തൊട്ടാലും നമുക്ക് കാണാൻ പറ്റുന്ന ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമുക്ക് വരുമ്പോൾ അവസാനം ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ദൈവരാജ്യമാണ്. യേശു ഓഫർ ചെയ്യുന്നത് എന്നാണെന്നറിയാമോ? ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടേണ്ട, എന്റെ പിതാവ് നിങ്ങൾക്ക് രാജ്യം തരുവാൻ പ്രസാദിച്ചു. അപ്പൊ യേശുവേ, നീ എന്ത് തരുന്നേ? ഞാൻ നിനക്ക് രക്ഷ തരും, എന്റെ പിതാവ് രാജ്യവും തരും. ഹലോ. അപ്പൊ ഇന്ന് രക്ഷ എന്താ, ദൈവരാജ്യം എന്താന്ന് ജനത്തിൽ തിരിച്ചറിഞ്ഞുകൂടാ. നാം അവകാശമാക്കാൻ പോകേണ്ടത് ദൈവരാജ്യമാ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിന്റെ വലതുഭാഗത്തുള്ളവരോട് പറയുക, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുള്ള രക്ഷ അല്ല, രാജ്യം അവകാശമാക്കിക്കൊള്ളുവേ. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ. രക്ഷ എന്താ, ദൈവരാജ്യം എന്താ? രണ്ടും ആവശ്യമാണ്. രക്ഷ സൗജന്യമാണ്, ദാനമാണ്, യേശുവിന്റെ പ്രവൃത്തി മൂലം. പക്ഷെ സ്വർഗരാജ്യം സൗജന്യം അല്ല, അത് നാം അവകാശമാക്കേണ്ടതാണ്. സ്വർഗരാജ്യം അവകാശമാക്കണം. രക്ഷ സൗജന്യമാണ്. എന്തിൽ നിന്നാ രക്ഷ? തുടർന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. എന്തിൽ നിന്നാ നമുക്ക് രക്ഷ വേണ്ടത്? ഇന്ന് സഭയുടെ അടിസ്ഥാനങ്ങൾ, ദൈവികമായ ചിന്തകളുടെ അടിസ്ഥാനങ്ങളെല്ലാം പിശാച് മറച്ച് താഴെയിട്ടിരിക്കുക. സഹോദരങ്ങളെ, നമുക്കൊരു രക്ഷ വേണ്ടത് പഴയ ജഡ്ജ്മെന്റിൽ നിന്ന്, പഴയ ജഡ്ജ്മെന്റിൽ നിന്നാണ് നമുക്ക് രക്ഷ വേണ്ടത്. നാം പ്രവർത്തിക്കേണ്ടത് പുതിയ ജഡ്ജ്മെന്റിനെ ഫേസ് ചെയ്യാനാ. മനസ്സിലായില്ല? ചതിക്കപ്പെടുകയാ ജനം. Salvation is by grace. Okay, agree. That is free. പക്ഷെ ബൈബിളിൽ എവിടെ എഴുതിയിരിക്കുന്നത്? ജഡ്ജ്മെന്റ് ഈസ് ബൈ ഗ്രേസ്. ഹലോ, നിങ്ങളോടാ ചോദിച്ചേ. Salvation is by grace. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, യേശു ക്രിസ്തു കാൽവരിയിൽ ചെയ്ത പ്രവൃത്തി കൊണ്ട് നമുക്ക് സാൽവേഷൻ കിട്ടിയേ. പക്ഷേ ജഡ്ജ്മെന്റ് ഈസ് നോട്ട് ബൈ ഗ്രേസ്, ബൈ വർക്ക്സ്. അവനവന്റെ പ്രവൃത്തികൾക്കനുസരിച്ച് ശിക്ഷകൾ ഉണ്ടാകും. അവനവൻ
ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും ചീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ജനത്തിന് സുബോധമില്ലാത്തതുകൊണ്ട് ജനം പിശാചിനാൽ ചതിക്കപ്പെട്ട് കിടക്കുകയാ. എങ്ങനെയാ ചതി ഉണ്ടാക്കണെന്ന് അറിയാമോ? ഒരു സത്യവും പിന്നെ അതിനോടുകൂടെ മാനുഷിക ഇഷ്ടപ്പെടെ കൂട്ടിച്ചേർത്താൽ ഒരു ദുരുപദേശമായി. സത്യം മുമ്പേ പോകും. സാൽവേഷൻ ഈസ് ബൈ ഗ്രേസ്, സത്യമാണ്. ഉടനെ ജനം അതിലേക്ക് ചാടി വീഴും. അത്ഭുതങ്ങൾ അടയാളങ്ങൾ കൂടെ ഉണ്ടാകും. ആമേൻ, ഹല്ലേലൂയ. അതിന്റെ പുറകെ അതിനെ അക്കംപ്ലിഷ് ചെയ്തുകൊണ്ട് നിന്നെ ഈ ചെളിക്കുഴിയിൽ നിന്ന് പൊക്കാതെ ഇരിക്കാൻ എന്റെ കയ്യിൽ മാർഗമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഒരു ദുരുപദേശം. ആ ദുരുപദേശമാണ് മനുഷ്യരുടെ മോഹങ്ങൾക്കനുസരിച്ചായിരിക്കും പോകുന്നത്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, അന്ത്യകാലത്ത് മനുഷ്യരുടെ മോഹങ്ങൾക്കൊത്ത് പ്രസംഗിക്കുന്ന വ്യക്തികളെ ജനങ്ങൾ തന്നെ വർദ്ധിപ്പിക്കും. എന്താ മനുഷ്യരുടെ മോഹം? മനുഷ്യരുടെ മോഹം അതാണ് മനുഷ്യന്റേതായ ബിസിനസ്. മനുഷ്യരുടെ ബിസിനസ്. ഹല്ലേലൂയ. നമുക്ക് കാണാം മനുഷ്യന്റെ ബിസിനസ് എന്താ. ലൂക്ക് 9:25. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. മനുഷ്യന്റെ ബിസിനസ്. മതി, ഇത്ര മതി. മനുഷ്യന്റെ ബിസിനസ്. മനുഷ്യന്റെ ബിസിനസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട്. മനുഷ്യന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ലോകം നേടുക. മനുഷ്യന്റെ ബിസിനസ് ലോകം നേടുക. ഇത് മനസ്സിലാക്കാൻ നമുക്ക് വേറെ ഒന്നും പഠിക്കണ്ട, നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി. മനുഷ്യന്റെ ബിസിനസ് ലോകം നേടുക. ഇതാണ് മനുഷ്യന്റെ മോഹം. ലോകം നേടുക, ലോകത്തിൽ പേര് നേടുക, ലോകത്തിൽ പണം നേടുക, ലോകത്തിലെല്ലാം നേടുക. ഇതാണ് മനുഷ്യന്റെ ബിസിനസ്. ഈ മനുഷ്യന്റെ ബിസിനസ് കൊണ്ടാണ് പിശാച് ദൈവത്തിന്റെ ബിസിനസിനെ മറയ്ക്കുന്നത്. ഹലോ, ഉണര് ഉണര് ഉണര്. ഈ മനുഷ്യന്റെ ബിസിനസ് കൊണ്ടാണ്, മനുഷ്യന്റെ ബിസിനസ്സാണ് ലോകം നേടുക. ഈ ലോകം നേടുക എന്നുള്ള ബിസിനസ് കൊണ്ടാണ് പിശാച് ദൈവത്തിന്റെ പിതാവിന്റെ ബിസിനസിനെ മറയ്ക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ജയിച്ചു നിൽക്കുന്നത്. നിങ്ങൾ പറയും തെളിവുണ്ടാ? മത്തായി സുവിശേഷം 4-ലേക്ക് വന്ന തെളിവ് കാണാം. സാക്ഷാൽ ദൈവപുത്രൻ ലോകത്തിലേക്ക് വന്നു. ആമേൻ. 4-ാം അധ്യായം അതിന്റെ 3, 4, 8 ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. 4-ാം അധ്യായം അതിന്റെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 3, 4, 8 8-ാം വാക്യം വായിച്ചാട്ട് ആദ്യം. യേശുവിനെ കൊണ്ടുപോകുന്ന കാര്യമാണ് പറയുന്നത്. ദൈവത്തിനെ കൊണ്ടുപോകുന്ന കാര്യമാണ് പറയുന്നത്. ഏറ്റവും ഉയർന്നൊരു മലയിലേക്ക് കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യത്തെയും അവരുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക്. മനുഷ്യന്റെ ബിസിനസ് എന്താ? ഇതൊക്കെ നേടുക. മനുഷ്യന്റെ ബിസിനസ് എന്താ? ഇതൊക്കെ നേടുക. പിശാച് എന്ത് ചെയ്യാൻ തയ്യാറാ? ഇതൊക്കെ കൊടുക്കാൻ തയ്യാറാ. ഇതൊക്കെ കൊടുക്കാൻ തയ്യാറാ. ഇതൊക്കെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെ ഞാൻ തരാൻ തയ്യാറാ. നീ എന്നെ വീട് നമസ്കരിച്ചാൽ മതി. മനുഷ്യൻ എന്തിനു വേണ്ടി ഓടുന്നേ? ഇതിനു വേണ്ടിയല്ലേ? മനുഷ്യൻ ഓടുന്നത് ഇതിനു വേണ്ടിയല്ലേ? പിശാച് തരാൻ തയ്യാറാ. നീ വീണ് നമസ്കരിച്ചാൽ മതി. എന്റെ സിസ്റ്റത്തെ, വേൾഡ് സിസ്റ്റത്തെ നീ ഒന്ന് നമസ്കരിച്ചാൽ മതി. ഇതൊക്കെ ഞാൻ നിനക്ക് തരാം. ഹലോ, കണ്ടോ പിശാചിന്റെ ബിസിനസ്? കണ്ടോ ബിസിനസ്? കണ്ടോ പിശാചിന്റെ ബിസിനസ്? കണ്ടോ? തെളിയുന്നുണ്ടല്ലോ അകത്ത്. ചിലരുടെ അകത്ത് പൊട്ടി വിരിയുന്നുണ്ടല്ലേ? ഇതാ പിശാചിന്റെ ബിസിനസ്. അപ്പൊ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പണത്തിന് വേണ്ടി മനുഷ്യൻ ഓടുകയാ. എല്ലാം എടുത്തു നോക്കിയോ? മനുഷ്യനോട് പഠിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇതിനു വേണ്ടി അവൻ ഓടുന്നേ. അവൻ ഓടിക്കൊണ്ടിരിക്കുക. ഗ്ലോറി, ഹല്ലേലൂയ. പിശാച് തരാൻ തയ്യാറാ. പക്ഷെ ഞാൻ കുറച്ച് തരൂ. കാരണം നിന്റെ സമയത്തെ മുഴുവൻ അപഹരിച്ചെടുക്കണ്ടേ? ആരോടാ ദൈവം സംസാരിക്കുന്നു? നിന്റെ സമയത്തെ മുഴുവൻ അപഹരിച്ചെടുക്കണ്ടേ? ആമേൻ, ഹല്ലേലൂയ.
നിനക്ക് തന്ന തക്കത്തിൽ ഉപയോഗിക്കാൻ നിന്നോട് പറഞ്ഞ സമയത്തക്കത്തിൽ ഉപയോഗിക്കാൻ പറഞ്ഞ സമയത്തെ മുഴുവൻ അപഹരിച്ചെടുക്കാൻ തക്കവണ്ണം കുറേശ്ശെ കുറേശ്ശെ തരൂ. അല്ലെങ്കിൽ പക്ഷെ ദൈവപുത്രന് ഒറ്റയടിക്ക് കൊടുക്കാൻ തയ്യാറായി. കാരണം ഇത് കുറേശ്ശെ കുറച്ച് കൊടുത്താന്ന് വീണാനല്ല. ദൈവപുത്രന്മാരായ വില കൂടുതലാ, വാല്യൂ കൂടുതലാ. പിശാച് ഭയങ്കര വില എന്ന് കളയും. ദൈവപുത്രന്മാരായി വെളിപ്പെട്ട ഭയങ്കര വിലയാ. യേശുവിന് ഇപ്പൊ നമ്മൾ കടയിലൊക്കെ ചെല്ലുമ്പോൾ സാധനങ്ങൾക്ക് ടാഗ് അടിക്കത്തില്ലേ? ഇത് പരിപ്പ് ഇത്ര രൂപ, മുളക് ഇത്ര രൂപ, കടല ഇത്ര രൂപ ഇല്ലേ? യേശുവിന് പിശാചിട്ട ടാഗ് എത്രയാണെന്നറിയോ? ലോകം മുഴുവനുമാ യേശുവിനിട്ട വില. യേശുവിനിട്ട വില ലോകം മുഴുവനുമാ യേശുവിനിട്ട വില. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. എന്നാൽ ഒരു എന്താ പറയാ, ദ്രവ്യാഗ്രഹിയായ ഒരു ദൈവദാസന് എത്ര ഇട്ട് കൊടുത്തെന്നറിയാമോ? പിശാചിന് വെറും 30 വെള്ളിക്കാശ്. കണ്ടോ പിശാച് ഓരോരുത്തർക്ക് വിലയിടുന്ന കണ്ടോ? നീ അത്രത്തേക്കേ ഉള്ളൂ, നീ ഇങ്ങ് പോരെ. നിനക്ക് വേറെ സാധനം തരാം, ഒരു കിരീടം. ഇവിടെ ഒരു സെൻട്രൽ പാസ്റ്റർ ആക്കിയിട്ടാക്കിയാൽ നീ അങ്ങോട്ട് കൊടുക്കും. മനസ്സിലായോ? ഏത് മഹത്വവും കിരീടവും ഞാൻ തരാം. മനസ്സിലായോ? നിങ്ങളെ ദൈവം ഇവിടെ ഒരു പദ്ധതിക്ക് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പിശാചിനെ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ വളരെ സുന്ദരമാ. ഇപ്പുറത്തെ ഒരു കിരീടം തന്നാൽ മതി, നിങ്ങളോട്. അതുകൊണ്ടാ പറഞ്ഞ നീ ലോകത്തെ സ്നേഹിക്കല്ലേ, അതിന്റെ ഓഫറുകളെ സ്നേഹിക്കല്ലേ. എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്നെ ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുന്നത് എനിക്കൊരു ഉദ്ദേശമുണ്ട്. പിശാച് അവിടെ ഓടിക്കാൻ പല പദ്ധതികളും ചെയ്യും. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുന്നു. ഹല്ലേലൂയ. അവൻ പറഞ്ഞു കേട്ടില്ല, ഇതൊക്കെ എന്റെ കയ്യിലായിരിക്കണേന്ന്. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കും. അവരിത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കുഞ്ഞെ നിന്റെ കോളിങ്ങിൽ നിന്ന് നിന്നെ പിടിച്ചു പറിക്കാനാണ്. നമ്മൾ ഈ മൃഗങ്ങളെ പോലെ ആയി കഴിഞ്ഞാൽ പിശാച് നമ്മളെ സുഖമായിട്ട് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞേ കാഴ്ചപ്രകാരം ജീവിക്കല്ലേ. കാഴ്ചപ്രകാരം ജീവിക്കുന്ന മൃഗങ്ങളാ. അല്ലെങ്കിൽ ഒരു വഴിയായിരിക്കും ഒരു പശുവിനെ കെട്ടിയിരിക്കുക. അവിടെ ഒരു വൈക്കോലും കൊണ്ടൊരു വണ്ടി പോയി. ഈ പശു എന്നാ ചെയ്യും? ഇങ്ങനെ തിരിക്കും, വൈക്കോലും കൂടെ വണ്ടിയുടെ പുറകെ മാക്സിമം പോകും, കയറ് മുറുകണ വരെ. ശരിയല്ലേ? പറ്റൊന്ന് കയറ് പൊട്ടിച്ചു പോകും. അല്ലെങ്കിൽ കാരണം എന്താ? ഇതെന്താ? ചിലത് തന്നെ വൈക്കോല് കാണിച്ചു, എനിക്ക് ഇഷ്ടമുള്ള വൈക്കോല് കാണിച്ചു. ഇതേപോലെ പിശാച് പലതും അവിടെ ഇവിടെയൊക്കെ കാണിക്കും. ഓടാൻ പോകരുത്. ഹല്ലേലൂയ. പിന്നെ കിട്ടുന്ന കൃപയും കിട്ടുന്ന ചാൻസും എല്ലാം കൊണ്ട് അപ്പം ഉണ്ടാക്കാൻ പോകരുത്. എല്ലാവരും ഓടുന്നതിന് രാവിലെ മുതൽ എന്റെ അപ്പ അന്നു വേണ്ടത് കഴിക്കേണ്ടത് അല്ലേ? അതിന്റെ 4-ാം വാക്യം 3-ാം വാക്യം പിശാച് പറയുകയാണ്, നീ അപ്പം ഉണ്ടാക്കിക്കോ, ഞാൻ അതിന് സപ്പോർട്ടാണല്ലോ. ഹല്ലേലൂയ. നീ അപ്പം ഉണ്ടാക്കിക്കോ. സാധാരണ നിങ്ങൾ കൂലിപ്പണിക്ക് പോകുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധാരണ പണിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേർപ്പ് കൊണ്ട് അപ്പം ഉണ്ടാക്കുന്നു. പ്രസംഗകൻ വാക്കുകൊണ്ട് അപ്പം ഉണ്ടാക്കുന്നു. നീ കൃപാവര പ്രാപ്തൻ കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കുക. സംസാരിച്ചാൽ മതി. പിശാചിന്റെ ബിസിനസ് വെളിപ്പെടുന്നുണ്ടോ? കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കിക്കോ. നിനക്ക് നിന്റെ സിസ്റ്റം അറിഞ്ഞു കൊടുക്കി ഞാൻ പറഞ്ഞുതരാം. നീ സംസാരിച്ചാൽ ഉണ്ടാവും. നീ സംസാരിച്ചാൽ ഉണ്ടാകും. കണ്ടോ? മനുഷ്യർക്ക് അറിയാമുള്ളതാ പിശാച് പറഞ്ഞു കൊടുക്കുക. കാരണം നീ ആരാ? ദൈവപുത്രനാ. നീ സംസാരിച്ചാൽ ഉണ്ടാകും. കർത്താവ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ട, ദൈവപുത്രന്മാരുടെ പ്രവർത്തന രീതി പറഞ്ഞു കൊടുക്കുക. അപ്പോ ഇവിടെ അപ്പം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ മഹത്വം ഉണ്ടാക്കുകയും ഇതെല്ലാം പിശാചിന്റെ ബിസിനസ്. അതിലൂടെ പിതാവിന്റെ ബിസിനസ് നമ്മുടെ ഹൃദയത്തിൽ മറയ്ക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതൊന്നും വേണ്ടേ? വേണം. ബൈബിൾ ലിമിറ്റ് ചെയ്തിരിക്കുന്നു, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് കരുതുവിൻ. മനസ്സിലായോ? എന്നാൽ നമ്മൾ ചെല്ലേണ്ട പോകത്തിൽ ഇത് പോരാ. നമ്മൾ തൽക്കാലം ആ പന്ത് വന്ന് മുട്ടിപ്പൊങ്ങണ പോലെയുള്ളൂ ഇവിടുന്ന് പോകുന്നേ. അത്ര നേരം മതി. We are strangers and pilgrims in this world. നമ്മൾ അന്യരും പരദേശികളുമായി ലോകത്ത് എങ്ങനെ കരുതി വേണം ജീവിക്കാൻ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അന്യരും പരദേശികളും. ഗ്ലോറി. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ കണ്ടോ, വീട് വാടക കൊടുക്കുന്നവരെ കണ്ടു. വീട് വാടക കൊടുത്താൽ, നിങ്ങൾക്കൊരു വീടുണ്ട്, ആ വീട് വാടക കൊടുത്തു കഴിഞ്ഞാൽ ഈ വാടകക്കാർ വന്നിട്ട് അവിടെ തെങ്ങും തേക്കും നട്ടുപിടിപ്പിക്കുന്നുണ്ടോ? എന്തേ അവർ തെങ്ങും തേക്കും നട്ടുപിടിപ്പിക്കാത്ത? അവർക്ക് അല്പം ബുദ്ധി ഉണ്ട്. ഞാൻ നട്ടിട്ട് അങ്ങനെ നിങ്ങൾ തിന്നണ്ട. മനസ്സിലായ? അവരെന്ത് നട്ടുപിടിപ്പിക്കും? വാഴ, പാവല്. മനസ്സിലായ? ഇങ്ങനെ ഇന്ന് നട്ടാൽ നാളെ കായ്ക്കണത് പിടത്തുള്ളൂ. ഇതേപോലെയാ ഈ ലോകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന്. മനസ്സിലായോ? ഇന്ന് നട്ടാൽ നാളെ കായ്ക്കണം മതി. മനസ്സിലായോ? അത്യാവശ്യം നമ്മളെ മുട്ടിപ്പൊങ്ങുകയാ, അത് മതി. നമ്മുടെ അന്യരും പരദേശികളുമാണ്. ഗ്ലോറി. ഇവിടെ കൂടാരവാസമാ, കൂടാരവാസം. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ ബൈബിൾ വെച്ച ലിമിറ്റിൽ നാം നിൽക്കുവാനായിട്ട് ഇടയാകണം. അപ്പോൾ പിശാച് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാ. ഇതുകൊണ്ടാ 1 John 3:8 പറയുന്നത്. 1 John 3:8 പറയുന്ന കാര്യം എന്നറിയാമോ? ഈ പിശാചിന്റെ പ്രവൃത്തിയെ, ബിസിനസിനെ അഴിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. ഗ്ലോറി. ഒന്ന് വായിച്ച ഭാഗം. പിശാചിന്റെ ഈ പ്രവൃത്തിയെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. കണ്ടോ കണ്ടോ കണ്ടോ? അപ്പൊ രണ്ട് സ്പിരിച്വൽ കിങ്ഡം തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. ഹല്ലേലൂയ. ഈ പ്രവൃത്തിയെ അഴിപ്പാനാ മനുഷ്യപുത്രൻ വന്നേക്കണേ. ഇത് വല്ലതും നമ്മളറിയുന്നോ? നമ്മൾക്ക് ആകപ്പാട് അറിയുന്ന ആരാധിച്ചാൽ കിട്ടും. ആ ചെളിക്കുണ്ടിൽ കിടന്നുകൊണ്ട് ബോൾ തിരിയണ പോലെ അവിടെ കിടക്കുക. ഒരു സത്യവും പിശാചിന്റെ ഒരു നുണയും മനുഷ്യന്റെ ബിസിനസ് കൊണ്ട്, ലോകം നേടാനുള്ള മനുഷ്യന്റെ ആഗ്രഹം കൊണ്ട് പിതാവിന്റെ ബിസിനസിനെ മറച്ചു. മറ്റേ രീതി പറഞ്ഞ ലോക സിസ്റ്റം കൊണ്ട് സ്വർഗരാജ്യത്തെ മറച്ചു. ഇതുകൊണ്ടാ കർത്താവ് പറഞ്ഞ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിയ. ഒളിച്ചു വെച്ചു. അതിന്റെ പുറകിൽ ഒരുവനുണ്ട്. അത് ഒളിച്ചിരിക്കുകയാ. അതിനെ ഒളിച്ചിരിക്കുക. മത്തായി 13:44 പറഞ്ഞ് അത് ഒളിച്ചിരിക്കുകയാ. ഒരുത്തനുണ്ട് അവിടെ, ഒളിച്ചു വെച്ചിരിക്കുകയാ. അത് വേറൊരുവൻ കണ്ടു. ആ കണ്ടവന്റെ പേരാണ് യേശു കർത്താവ്. ഒളിച്ചു വെച്ചവനാണ് പിശാച്. എന്തുകൊണ്ട് ഒളിച്ചു? മനുഷ്യ സിസ്റ്റം കൊണ്ട്, ഈ ലോകത്തിന്റെ സിസ്റ്റം കൊണ്ട്, മനുഷ്യന്റെ ബിസിനസ് കൊണ്ട് അതിനെ ഒളിച്ചു. എന്നാൽ അത് കണ്ട് യേശു ഇത് സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് അതിനെ വീണ്ടും ഒന്ന് മറച്ചിട്ടു. എന്നിട്ട് പോയി തനിക്കുള്ള സകലതും വിറ്റു കാൽവരിയിൽ അവസാനത്തുള്ള രക്തം വരെ കൊടുത്ത ആ നിലം ഇങ്ങ് വാങ്ങി. ആ ലോകമേ ഇങ്ങ് വാങ്ങി. ഇന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എന്റേതാ. യേശു പറയുക, എന്റേതാ. അത് എന്റേതാ. ഹല്ലേലൂയ. ആയതിനാൽ നിങ്ങൾ പുറപ്പെട്ട. ഗ്ലോറി. അപ്പോൾ പ്രിയരെ, ഇന്ന് 3 ബിസിനസിനെ കുറിച്ച് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ കേട്ടു. ഒന്ന്, പിതാവിന്റെ ബിസിനസ്. ഡീറ്റെയിൽ നമുക്ക് മനസ്സിലാക്കിയില്ല, ഇൻട്രൊഡക്ഷൻ കേട്ടോളൂ. തൻ്റെ നഷ്ടപ്പെട്ട പൈതലിനെ തിരിച്ച് സ്വർഗീയ ഭവനത്തിൽ കൊണ്ടുവരിക, ദൈവരാജ്യത്തിൽ കൊണ്ടുവരിക. എന്നാൽ പിശാചിന്റെ ബിസിനസ് നഷ്ടപ്പെട്ട പൈതൽ ഇന്ന് ലോകത്തിലാണ്. ലോകത്തിൽ ചില സിസ്റ്റങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് ഈ സിസ്റ്റത്തിൽ അവനെ കുടുക്കി. അവൻ ഒരിക്കലും പിതാവിന്റെ ഭവനത്തിലേക്ക് തിരിഞ്ഞു നോക്കരുത്. പിതാവിന്റെ ഭവനം എന്നുള്ള ചിന്ത പോലും അവന് ഉണ്ടാകരുത് എന്നുള്ള ആ രീതിയിൽ മനുഷ്യ മനസ്സിൽ ലോക സിസ്റ്റം കൊണ്ട് അതിനെ മൂടി. അതുകൊണ്ടാണ് ഇന്ന് സുവിശേഷ പ്രസംഗങ്ങളിൽ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗം കേൾക്കാത്തത്. ഇതുകൊണ്ടാണ് ബൈബിൾ കോളേജിലെ സിലബസിൽ ദൈവരാജ്യം എന്ന സബ്ജക്ട് ഇല്ലാത്തത്. ഇതിൽ പിശാച് ജയിച്ചു നിൽക്കുകയാണ്. ഇന്ന് നമുക്ക് ജീവൻ ലഭിക്കുന്നുണ്ട്, എന്നാൽ കണ്ടെത്തുന്നവർ ചുരുക്കം. അവിടെ കിടന്ന് ലോകമാകുന്ന ചെളിക്കുടി കിടന്ന് തിരിയുകയാണ്. നാളെ തുടർന്ന സന്ദേശങ്ങളിലൂടെ നിങ്ങൾക്ക് ധാരാളമായി അത് മനസ്സിലാക്കുവാൻ ഇടയാകും. പിന്നെ നമുക്കോട്ട് എങ്ങനെയാണ് പിശാച് മറയ്ക്കുന്നത്? മനുഷ്യന്റെ ബിസിനസ്സിലൂടെയാണ് പിശാച്
ദൈവത്തിന്റെ ബിസിനസ്സിനെ മറയ്ക്കുന്നത്. ദൈവത്തിന്റെ ബിസിനസ്സിൽ ദൈവം നിങ്ങൾക്ക് എന്ത് തരാൻ പോകുന്നു അറിയാമോ? ഫൈനലി കിങ്ഡം. നിങ്ങളുടെ ജീവൻ ദൈവരാജ്യത്തിലേക്ക് നേടാൻ പോവുകയാണ്. ദൈവം എന്ത് തരാൻ ആഗ്രഹിക്കുന്നേ? ചെറിയാട്ടിക്കൂട്ടമേ ഭയപ്പെടേണ്ട, രാജ്യം നിങ്ങൾക്ക് തരുവാൻ നിന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. സാത്താൻ എന്ത് തരാൻ ആഗ്രഹിക്കുന്നേ? ഈ ലോകവും അതിന്റെ സകല മഹത്വവും ഞാൻ നിനക്ക് തരാം. ആമേൻ. സാത്താൻ ലോകം തരാൻ ആഗ്രഹിക്കുന്നു, ദൈവം ദൈവരാജ്യം തരാൻ ആഗ്രഹിക്കുന്നു. സഹോദര സഹോദരി, നിനക്ക് ഏത് വേണം? സാത്താൻ യേശുവോട് പറയാ, ഈ സർവ്വലോകവും അതിന്റെ എല്ലാ മഹത്വവും ഞാൻ നിനക്ക് തരാം. യേശു പറയുന്നു, എന്റെ പിതാവ് ദൈവരാജ്യം തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു, ലോകത്തെയോ ലോകത്തിലുള്ളതിനെയോ സ്നേഹിക്കരുത്. സഹോദര, ഏത് തിരഞ്ഞെടുക്കാം? നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ദൈവരാജ്യം തിരഞ്ഞെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നാം എന്ത് ചേസ് ചെയ്യുന്നവരാണെന്നറിയോ? ലോകം. നാം ചേസ് ചെയ്യുന്നത് ലോകമാണ്. അതുകൊണ്ട് ലോകത്തിൽ വലുതാകാനാണ് നാം ഓടുന്നത്. ലോകത്തിൽ ഒരു പടി കൂടെ വലുതാകാനാണ് നാം ഓടുന്നേ. നമുക്ക് പ്രയാസം ഉണ്ടാകും. നമ്മുടെ ഇഷ്ടത്തെ എത്തിച്ചിക്കാൻ തയ്യാറാണോ? നമ്മുടെ ഇഷ്ടത്തെ എത്തിച്ചിക്കാൻ തയ്യാറാണെങ്കിൽ, പ്രിയ സഹോദര, ഈ ലോക സിസ്റ്റത്തിൽ നമുക്ക് തിരിയാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിന് ഇത് വലിയ താല്പര്യം തോന്നത്തില്ല. സാത്താന്റെ ഓഫർ എത്ര നല്ലതാ. കുഞ്ഞുങ്ങളുടെ കണ്ണു കുരുടാക്കി, അവരുടെ കണ്ണ് കുരുടാക്കി അവരെ തട്ടിക്കൊണ്ടുപോയിട്ട് ധർമ്മത്തിനിരുത്തുന്നവരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുഞ്ഞേ, ഇന്ന് നമ്മളിൽ പലരുടെ അവസ്ഥ പിശാച് അതേപോലെ ആക്കിയിട്ടിരിക്കുക. അവര് രാവിലെ മുതൽ ആ കൊച്ചു കുഞ്ഞുങ്ങള് ഇരുന്ന് തെണ്ടി കിട്ടിയത് കൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ അവരുടെ ആ മുതലാളി വന്ന് അത് മേടിച്ചെടുത്തിട്ട് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുന്നത് പോലെ രാവിലെ മുതൽ വൈകിട്ട് വരെ നിന്റെ വയർപ്പൊലിക്കുക മാത്രമേ ഈ പിശാചിന്റെ സിസ്റ്റം നിനക്ക് വല്ലതും തരത്തുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. പിശാചിന്റെ സിസ്റ്റം വല്ലതും തരണമെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ വയർപ്പൊഴിക്കാലേ തരത്തുള്ളൂ. അതാ ദൈവം അനുസരണക്കേട് കാണിച്ചപ്പോൾ ആദത്തോട് പറഞ്ഞ്, ഇനി നീ എന്റെ സിസ്റ്റത്തിലല്ല, ഇനി നീ പിശാചിന്റെ സിസ്റ്റത്തിലാ. എന്റെ സിസ്റ്റത്തിലായിരുന്നപ്പോ ഞാൻ ഒരിക്കലും നിനക്ക് കഴിക്കാമായിരുന്നു ഫ്രീ ആയിട്ട്. ഇനി മുതൽ നീ പിശാചിന്റെ സിസ്റ്റത്തിലാ. അതുകൊണ്ട് നിന്റെ നെറ്റിയിലെ വേർപ്പുകൊണ്ട് വേണം ഇനി നീ കഴിക്കാൻ. സിസ്റ്റം മാറി ദൈവരാജ്യത്തിന്റെ സിസ്റ്റത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറുണ്ടോ? എങ്കിൽ കർത്താവ് പറയുന്ന ഒരു കാര്യം, ആദ്യം ദൈവത്തിന്റെ നിന്റെ അപ്പന്റെ സിസ്റ്റം അന്വേഷിക്കേ. അതോടൊപ്പം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നിനക്ക് ചേർക്കപ്പെടും. സിസ്റ്റം വേറെയാ. അതിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഇന്ന് ഇൻട്രൊഡക്ടറി വേർഡുകൾ നിങ്ങൾ ധ്യാനിക്കുക. കേട്ട വചനം അങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾ ഹൃദയത്തിൽ കൊണ്ടുവരിക. ഇതിനു മുമ്പ് ധ്യാനം കൂടിയ പലരും നിങ്ങളെ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രാവർത്തിക തലത്തിലേക്ക് വരണമെങ്കിൽ വചനം വാക്കുകളായി പേപ്പറിലിരുന്നാൽ പോരാ. നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് കടന്നു വരുമ്പോൾ നമുക്കത് മാറ്റമായിട്ട് തീരും. ഗ്ലോറി. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗീയ പിതാവിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സ്വർഗീയ പിതാവേ, അങ്ങയുടെ ആത്മാവ് ഞങ്ങൾ ഇന്ന് പലതും കേൾപ്പിച്ചു. യേശുവിന്റെ 12-ാം വയസ്സിലുള്ള പ്രസംഗം, ഫാദേഴ്സ് ബിസിനസ്. എന്നാൽ അതിനെതിരെയുള്ള
പിശാചിന്റെ ബിസിനസ്, പിശാചിന്റെ തന്ത്രങ്ങൾ, പിശാചിന്റെ പ്രവൃത്തികൾ. എന്നാൽ അതിനെ തകർക്കാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. എന്തുകൊണ്ടാണ് പിശാച് പിതാവിന്റെ ബിസിനസിനെ തടയുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. മനുഷ്യന്റെ ബിസിനസ് കൊണ്ട്, ഈ ലോകത്തിന്റെ സിസ്റ്റം കൊണ്ട്. പിതാവേ, അങ്ങയുടെ വചനം ഞങ്ങളോട് പറയുന്നു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷമായ ദൈവരാജ്യം മറഞ്ഞു കിടക്കുന്നു. എന്നാൽ അങ്ങ് ഞങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ആ ദൈവരാജ്യമാണ്. ഞങ്ങൾ അതിലേക്ക് നിങ്ങളുടെ കണ്ണ് കൊണ്ടുവരുന്നതേയില്ല. ഞങ്ങൾ പലരും അങ്ങേ സ്വീകരിച്ചത് ഈ ലോകത്തിലുള്ളത് കിട്ടാൻ വേണ്ടിയായി. എന്നാൽ അങ്ങ് തരാൻ ആഗ്രഹിക്കുന്നതോ എന്നേക്കും നിലനിൽക്കുന്ന ദൈവരാജ്യം. ഞങ്ങളുടെ ഹൃദയം ഓടുന്നതോ ലോകരാജ്യത്തിലേക്ക്. അപ്പാ, ഒരു മാനസാന്തരം ഞങ്ങൾക്ക് തരണമേ. ഒരു മാനസാന്തരം ഞങ്ങൾക്ക് തരണമേ. ഒരു മാനസാന്തരം ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ജനത്തോട് ഇടപെടുക. തുടർന്ന് ആഴത്തിൽ അങ്ങ് പ്രവർത്തിക്കാൻ. അത്ഭുതകരങ്ങളിലേക്ക് മക്കളെ ഏൽപ്പിക്കുന്നു. ശുശ്രൂഷയിലകത്തും പുറത്തും സഹായിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചായക്കായി അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കും. കഴിച്ചു ബലപ്പെട്ടു വീണ്ടും ശുശ്രൂഷയിൽ ഞങ്ങളെ സഹായിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. ഗ്ലോറി. ഹല്ലേലൂയ.